ഹലോ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഇവിടെ ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിസുകളെക്കുറിച്ചും. നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ അടയാളപ്പെടുത്താറുള്ള സംഭവമാണ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് എന്നിവ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസും, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും മുറിച്ച് കടക്കുന്ന ബിന്ദുവിനെ ആധാര ബിന്ദു അഥവാ ഒറിജിൻ എന്നാണ് പറയുക. ഓക്കെ, അതായത് ഇവിടെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനുകൾ കട്ട് ചെയ്ത് പോകുന്ന ആ പോയിൻറ്റ് ഞാൻ 0 എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ആധാര ബിന്ദു അഥവാ ഒറിജിൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പോയിൻറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും എന്തായിരിക്കും. ദെൻ നമുക്കിവിടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനും വൈ ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈനുമാണ്. ഓക്കെ, അതായത് വിലങ്ങനെയുള്ള വരയെ എക്സ് അക്ഷമെന്നും കുത്തനെയുള്ള വരയെ വൈ അക്ഷമെന്നും പറയുന്നു. സോ ഇതിലുള്ള ഓരോ പോയിൻറ്റ്സും നമ്മുടെ കോർഡിനേറ്റ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഒരു പിക്ചർ തന്നിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് കണക്കാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻറ്റ്, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് തന്നു, ആ പോയിൻ്റ് ഫോർ എക്സാമ്പിൾ അപ്പോൾ ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ പോയിൻ്റ് എവിടെ ഏതിൻ്റെയൊക്കെ നേരെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, അതായത് ലെഫ്റ്റിലോട്ടും താഴോട്ടും നമുക്ക് -3യുടെ നേരെയാണ് ഞാൻ ആ പോയിൻ്റ് മാർക്ക് ചെയ്തത്. അതിനർത്ഥം ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ഈ ഒരു പോയിൻറ്റിനൊരു പേരും കൊടുക്കാം, നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ പോയിൻറ്റിന് എ എന്ന് പറയുന്ന പേര് കൊടുത്തു. സോ ആ പോയിൻ്റ് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ നേരെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കിയത്. സോ ഇവിടെ എനിക്ക് വന്നത് -3യുടെയും അതുപോലെ തന്നെ താഴോട്ട് നോക്കുകയാണെങ്കിലും -3യുടെ നേരെയാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -3 ആൻഡ് -3 ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോർഡിനേറ്റ്സ് അടയാളപ്പെടുത്തുമ്പോൾ എപ്പോഴും എക്സ് ആക്സിസിൽ വരുന്ന കോർഡിനേറ്റ്സ് ആയിരിക്കണം ആദ്യം അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷം മാത്രമേ വൈ ആക്സിസിൽ വരുന്ന കോർഡിനേറ്റ്സ് അടയാളപ്പെടുത്താൻ പാടുകയുള്ളൂ. സോ ഇവിടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് എക്സ് ലൈൻ. സോ അതിൽ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റ്സിലേക്ക് വരുന്ന പോയിൻറ്റ്. ഓക്കെ, ആൻഡ് താഴോട്ട് വരുമ്പോൾ ഇത് മൊത്തം വൈ ലൈനാണ്. അതുകൊണ്ട് തന്നെ ഈ പോയിൻറ്റ് വന്ന് മുട്ടുന്നത് നമ്മുടെ -3യിലാണ്. അതായത് വൈ കോർഡിനേറ്റ്സ് ആയിട്ടും എന്ത് തന്നെയാണ്? -3 തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംഭവം സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി എന്നോട് മറ്റൊരു പോയിൻ്റ് അടയാളപ്പെടുത്താൻ പോവാണ്. സോ ഇവിടെയാണ് ഞാൻ പോയിൻ്റ് അടയാളപ്പെടുത്തുന്നത്. ഈ പോയിൻറ്റിന് ഞാൻ ബി എന്ന പേര് കൊടുത്തു. ഓക്കെ, സോ ഇതിൻ്റെ നമുക്ക് എക്സ് കോർഡിനേറ്റ്സും വൈ കോർഡിനേറ്റ്സും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിസിലോട്ട് ഈ പോയിൻ്റ് നമ്മൾ എക്സ് ആക്സിസിലോട്ട് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ചെന്ന് അത് മുട്ടുന്നത് എന്നുള്ളത് ആദ്യം നോക്കണം. സോ ഇവിടെ നമ്മളിത് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന ആക്സിസിലോട്ട് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 4ലാണ് ചെന്ന് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് എക്സ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 4 ആണെന്നുള്ളത് കൺഫേം ആയി. ദെൻ അനദർ വൺ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആണ്. സോ നമ്മുടെ വൈ ആക്സിസിലോട്ട് ഇത് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ഈ ലൈൻ പോയി സ്റ്റോപ്പ് ആവുന്നത് എന്നുള്ളത് നോക്കി നോക്കാം.
ഓക്കെ, അപ്പോൾ ഞാൻ വൈയിലോട്ട് വരച്ചപ്പം അത് -3യിലാണ് ചെന്ന് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 4ഉം ആൻഡ് ദെൻ വൈ കോർഡിനേറ്റ് -3യുമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബി എന്ന് പറയുന്ന ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് 4ഉം -3ഉമാണ്. നമ്മൾ ആദ്യം എക്സ് കോർഡിനേറ്റ് എഴുതി, രണ്ടാമത് വൈ കോർഡിനേറ്റ് എഴുതി. എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം എക്സ് കോർഡിനേറ്റ് മാത്രമേ എഴുതാൻ പാടൂ, അതിനുശേഷം മാത്രമേ വൈ കോർഡിനേറ്റ് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ മറ്റൊരു പോയിൻ്റ് അടയാളപ്പെടുത്താൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയ പ്രകാരം ഈ ഒരു ലൈൻ നേരെ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ പേര് കൊടുത്തു, സി എന്നാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ ഈ പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലോട്ട് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4ലാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, ദെൻ വൈ ആക്സിസിലോട്ട് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ലാണ് വന്ന് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 4ഉം വൈ കോർഡിനേറ്റ് 2ഉമാണ്. ഓക്കെ, ഇത് കുട്ടികൾക്ക് അടയാളപ്പെടുത്താൻ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒരു ലോജിക് മാത്രമേ മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇനി നാലാമതൊരു പോയിന്റ് കൂടി അടയാളപ്പെടുത്താൻ പോവുകയാണ്. സോ ഈ ഒരു പോയിന്റ് പ്രകാരം ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലോട്ട് നമ്മളൊരു ലൈനിട്ട് നോക്കാം. അത് എക്സിലോട്ട് വരച്ചപ്പം -3യിലാണ് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വൈയിലോട്ട് നമ്മൾ ഒരു ലൈൻ വെച്ചപ്പം അത് 2ലാണ് പോയി നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ് ആദ്യം എഴുതേണ്ടത്. സോ -3യും 2ഉമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കോമൺ ഐഡിയാസ് നിങ്ങൾക്ക് ഈ ഒരു പിക്ക് നോക്കുമ്പോൾ കിട്ടുന്നുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കൊരു റെക്റ്റാങ്കിളോ ഒരു സ്ക്വയറൊക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ, എക്സുകൾ എങ്ങനെ നമ്മൾ നോക്കുകയാണെന്നാണെങ്കിൽ, അതായത് വെർട്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ എക്സുകൾ രണ്ടും ഇവിടെ ഈക്വലാണ്. ഓക്കെ, ദെൻ ഈ രീതിയിൽ ഹൊറിസോണ്ടലായി നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് ഹൊറിസോണ്ടലായി നോക്കുമ്പം വൈ കോർഡിനേറ്റ്സ് രണ്ടും ഈക്വൽ ആയിട്ട് കാണാൻ പറ്റും. -3 -3. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമ്മൾ വെർട്ടിക്കലായിട്ട് നോക്കുമ്പോഴോ 4ഉം 4ഉം. ഓക്കെ, അതേപോലെ എഗെയിൻ മേലെ നമ്മൾ വൈ നോക്കി നോക്കാം, 2ആണ്, ഇവിടെയും 2ആണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമ്മൾ എക്സ് നോക്കി നോക്കൂ, -3 -3. സോ ഇങ്ങനെ ഒരു ചെറിയ പൊടിക്കൈ കൂടി നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ലൈൻ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇങ്ങനെയാണ് നമുക്ക് 4 പോയിൻറ്റ്സ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മളിവിടെ നോക്കുമ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 4ഉം 4ഉം ഈക്വലാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ എന്താണ്, എക്സും എക്സും വെർട്ടിക്കലായിട്ട് എക്സും ഈക്വലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഹൊറിസോണ്ടലായിട്ട് നോക്കുകയാണെങ്കിൽ വൈയും താഴെയും അതുപോലെ മേലെയും നമുക്ക് ഒരുപോലെ തന്നെ ഈക്വലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പൊടിക്കൈ കൂടി ആലോചിച്ച് വയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും നിങ്ങളുടെ എക്സാംസിന്. കാരണം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരച്ച് ഒരുപാട് സമയം എടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സിൽ എത്തിച്ചേരാൻ പറ്റും. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളൊന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും.